വണ്ടിപ്പെരിയാർ വിഷയത്തിൽ പോലീസിന്റെ കഴിവുകേടെന്ന് ആരോപിച്ചുകൊണ്ട് മഹിളാ മോർച്ച പ്രവർത്തകർ DGP ഓഫീസിലേക്ക് നടത്തുന്ന പ്രകടനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന വിധിയിൽ പ്രതി അർജുനെ കോടതി വെറുതെ വിട്ടത് പോലീസിന്റെ അനാസ്ഥ മൂലമാണ്, പോലീസിന്റെ കഴിവുകേടാണെന്ന് ആരോപിച്ചുകൊണ്ടാണ്, പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും കഴിവുകേടാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് മഹിളാ മോർച്ച പ്രവർത്തകർ ഇപ്പോൾ DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ഒരല്പം മുൻപാണ് ഇതേ കൂട്ടത്തിലുള്ള 4 പേർ DGPയുടെ റെസിഡൻസിയിൽ കയറി പ്രതിഷേധിക്കുന്ന കാഴ്ചയുണ്ടായി. വലിയ രീതിയിലുള്ളൊരു സുരക്ഷാ ക്രമീകരണങ്ങളെ പോലും മറികടന്നുകൊണ്ട് 4 പേർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. ഇപ്പോൾ DGP ഓഫീസിന് മുന്നിൽ തന്നെ പ്രതിഷേധിക്കാൻ മഹിളാ മോർച്ച പ്രവർത്തകരെത്തിയതിനെ തുടർന്ന് പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വണ്ടിപ്പെരിയാർ കേസിൽ പ്രതി അർജുനെ വെറുതെ വിട്ടതിനെ തുടർന്ന് പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തുള്ള വലിയ വീഴ്ചയാണ് ഇതിന് കാരണമെന്നുള്ളത് ആരോപിച്ചുകൊണ്ടാണ് മഹിളാ മോർച്ച പ്രവർത്തകർ ഇപ്പോൾ തിരുവനന്തപുരം DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം, ബലം പ്രയോഗിച്ച പോലീസ് ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നേരത്തെ തന്നെ വനിതാ പോലീസ് അടക്കമുള്ള സംഘം ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ നിരത്തിയിരുന്നു. ഇന്ന് രാവിലെയാണ് 10 മണിക്കാണ്, രാവിലെ 10 മണിക്ക് ഇതേ മഹിളാ മോർച്ച പ്രവർത്തകർ DGPയുടെ റെസിഡൻസിയിൽ കയറി പ്രതിഷേധിക്കുന്ന കാഴ്ച ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ആയിരുന്നു ഇത്തരത്തിൽ 4 പ്രവർത്തകർ DGPയുടെ റെസിഡൻസിയിൽ തന്നെ കയറി പ്രതിഷേധം നടത്തുന്ന കാഴ്ചയുണ്ടായത്. ഇപ്പോൾ അതിനുശേഷമാണ് മഹിളാ മോർച്ച പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത്. ഈ പ്രവർത്തകരെ ഇപ്പോൾ ബലം പ്രയോഗിച്ച പോലീസ് തടയാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു കൂട്ടം മഹിളാ മോർച്ച പ്രവർത്തകർ ഒരു വശത്ത് പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റൊരു വശത്തു കൂടി ബാരിക്കേഡ് മുറിച്ച് കടന്നുകൊണ്ട് അപ്പുറത്ത് കടക്കാനായി ശ്രമിച്ച ഒരു പ്രവർത്തകയെയാണ്, നീല സാരിയിലുള്ള പ്രവർത്തകയെയാണ് ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റാനായി ശ്രമിക്കുന്നത്.
ശാരീരികമായി കയ്യേറ്റം ചെയ്യുന്ന നിലപാടിലേക്ക് ഇവിടുത്തെ പോലീസ് അതപ്പതിക്കരുത്. ഞങ്ങൾ പ്രതിഷേധിക്കാനാണ് വന്നത്. നവകേരള സദസ്സില് കരിങ്കൊടി കാണിക്കുന്നവരെ ഡിവൈഎഫ്ഐക്കാരും മാർക്സിസ്റ്റുകാരും ചവിട്ടി കൂട്ടുന്നത് ഞങ്ങൾ കണ്ടു. കരിങ്കൊടി മിസൈലാണ്, ഷൂസ് മിസൈലാണ്, മുഖ്യമന്ത്രിക്ക് സമ്മതിച്ചു. പക്ഷെ ഇവിടെ ഞങ്ങൾ സ്ത്രീകൾ വന്നത് നെഞ്ചത്തെ വേദന ഇവിടുത്തെ പോലീസുകാരുടെ മുന്നില്, ഇവിടുത്തെ DGPയുടെ മുന്നിൽ കെട്ടഴിക്കാനാണ്. 6 വയസ്സുള്ള ഒരു പേരക്കുട്ടിയുടെ മുത്തശ്ശിയാണ് ഞാൻ. ആ 6 വയസ്സുള്ള കുട്ടിക്ക് വണ്ടിപ്പെരിയാറിലെ പിച്ച് ചീന്തിയത് 6 വയസ്സുള്ള കുട്ടിയെയാണ് 3 കൊല്ലമായിട്ട് നിരന്തരം പീഡിപ്പിച്ച് കൊന്ന് ഷോളിട്ട് കഴുത്തിലിട്ട് കെട്ടി തൂക്കിയത് ഡിവൈഎഫ്ഐയുടെ നേതാവാണ്. അവന്റെ നേരെ അവന് പോറലേൽക്കാത്ത FIR ഇട്ടുകൊണ്ട് ശാസ്ത്രീയമായ അന്വേഷണ തെളിവുകൾ കൊടുക്കാതെ അവനെ ഇപ്പോ വിട്ടു. കോടതി വിട്ടു എന്നാ പറയണേ. എങ്ങനെയാ കോടതി വിട്ടത്? ഒരു തെളിവുണ്ടാക്കിയില്ല പോലീസ്. അന്വേഷിക്കാൻ മെനക്കെട്ടില്ല. അന്വേഷണം വൈകിപ്പിച്ചു. ശാസ്ത്രീയമായ തെളിവുകൾ കൊടുത്തില്ല. സ്ഥലം പരിശോധിച്ചില്ല. ഫിംഗർ പ്രിന്റ് എടുത്തില്ല. ഷോൾ എടുത്ത ആൾമാരുടെ ഫിംഗർ പ്രിന്റ് പോലും നോക്കിയില്ല. ഒന്നും നോക്കാതെ ഒരു കാമം തീർക്കാൻ വേണ്ടി പിഞ്ചു കുഞ്ഞിന്റെ മേലെ ആവിഷ്കാര സ്വാതന്ത്ര്യം നടത്തിയ തെമ്മാടിയായ ഡിവൈഎഫ്ഐക്കാരനെ ഇവിടുത്തെ പോലീസ് സംരക്ഷിച്ചത് ഇവിടുത്തെ മാർക്സിസ്റ്റുകാരുടെ ഇടപെടലോട് കൂടിയാണ്. മുഖ്യമന്ത്രി അറിയാതെ, ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ ഈ പോലീസിന്റെ ഇടയിൽ ഒന്നും നടക്കില്ല. ഈ ചവർന്ന മുഖ്യമന്ത്രി അറിയും എങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പോലീസിനെ ഉപയോഗിച്ച് നിഷ്ഠൂരനായ ഒരു കാമലമ്പടനെ രക്ഷിച്ചു? വാളയാർ ഞങ്ങൾ മറന്നിട്ടില്ല സർ. വാളയാറിലെ അട്ടപ്പള്ളത്ത് 2 കുട്ടികളെ കെട്ടിത്തൂക്കി, കൊന്നു കെട്ടിത്തൂക്കി ലൈംഗികമായി പീഡിപ്പിച്ചിട്ട് അന്ന് ഇടതുപക്ഷക്കാരായിരുന്ന പ്രതികള്. അവരെ സംരക്ഷിച്ചതാരാണ്? പോലീസ് ഓഫീസറായ സാജനും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും അദ്ദേഹത്തിന് വേണ്ടി ശിങ്കിടി പാടിയ അവിടുത്തെ മാർക്സിസ്റ്റുകാരും. PK ശശി ലൈംഗിക അതിക്രമം നടത്തി. ശ്രീമതി ടീച്ചറെ പോയി. എന്തിനാ പോയത് അറിയാലോ നിങ്ങൾക്ക്? പീഡനയന്ത്രം ഉണ്ടാക്കാൻ, അളക്കാൻ. എന്നിട്ട് ദുർബല പീഡനാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാര്യങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോടതി തീരുമാനിക്കുമെന്ന് പറഞ്ഞ് പാവപ്പെട്ട ഇരകളെ കൊഞ്ഞനം കുത്തിക്കൊണ്ട്, ഇവിടുത്തെ സ്ത്രീകളെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് അമ്മമാരുടെ നെഞ്ചത്ത് ചവിട്ടി നിന്ന് കാളിയമർദ്ദനം നടത്തുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, പിണറായി നിർത്തണം. പിണറായിക്ക് സുഖിക്കണം. പിണറായിയുടെ കുടുംബത്തിന് സുഖിക്കണം. പിണറായിയുടെ സ്വന്തം ആൾക്കാരെ, ഡിവൈഎഫ്ഐ ഗുണ്ടകളെ പോലീസിന്റെ യൂണിഫോം ഇടിച്ച് പിൻവാതിൽ നിയമനം വഴി പോലീസിൽ കയറ്റണം. എന്നിട്ട് നാട്ടുകാരുടെ നെഞ്ചത്ത് കിടന്ന് നിരങ്ങരുത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ പത്രക്കാരുടെ വേദനയാണ്, അമ്മമാരുടെ വേദനയാണ്. ദിശയുടെ കണ്ണീര് വിറ്റ് അധികാരത്തിൽ കയറിയവരാണ്. അതുകൊണ്ട്
ദുർബലനായ DGP-യുടെ മുഖത്ത് ഇങ്ങനെ പിടിച്ചു തള്ളണം. കണ്ടിട്ടില്ല
പറയുന്നതാരെന്നറിയാമോ? മഹിളാ മോർച്ച, മഹിളാ മോർച്ച, മഹിളാ മോർച്ച, മഹിളാ മോർച്ച, വൈ വൈ രാജിവൈ, നാണം കെട്ടൊരു പോലീസ്, വൈ വൈ രാജിവൈ, വൈ വൈ രാജിവൈ, അകത്തുള്ളിൽ പോലീസെങ്കിൽ നിയമം ഞങ്ങൾ പാലിക്കും, അകത്തുള്ളിൽ മാർക്സിസ്റ്റെങ്കിൽ പോടാ പുല്ലേ പോലീസ്, പോടാ പുല്ലേ പോലീസ്, ഇത് മഹിളാ മോർച്ച പ്രതിഷേധം, വൈ വൈ രാജിവൈ, വൈ വൈ രാജിവൈ, പിണറായി സർക്കാർ രാജിവൈ, പിണറായി സർക്കാർ രാജിവെച്ചോ. മതി, ഇത്രയൊക്കെ കൊണ്ടുപോയത് മതി, ഇത്രയൊക്കെ കൊണ്ടുപോയത് മതി, മതി. എന്തിനാ കൊണ്ടുപോയത്? എല്ലാവരും കൊണ്ടുവന്നത് നിങ്ങൾ അതിനനുസരിച്ച് ആക്ഷൻ എടുക്കോ സാർ, ആക്ഷൻ എടുക്കോ സാർ, എടുക്കോ. ഒരു കുട്ടിയെ, ഒരു SC ST വിഭാഗത്തിൽപ്പെടുന്ന ഒരു പെൺകുഞ്ഞിനെ നീതി കൊടുക്കാത്ത പോലീസാണ് ഇവിടുത്തെ പ്രതിഷേധക്കാർക്ക് ഇങ്ങനെ ശബ്ദമാക്കുന്നത്. സാർ ആലോചിക്കണം, സാറിന്റെ വീട്ടിലുണ്ട് മക്കളെ, ചെറുമക്കളെ എല്ലാം ഉണ്ട്, മനസ്സിലായില്ലേ? ഇതെല്ലാം മതി. ഈ സമരം ധർമ്മസമരം, ഈ സമരം ധർമ്മസമരം, ഈ സമരം ധർമ്മസമരം, ഈ സമരം ധർമ്മസമരം. ഭീഷണി കൊണ്ടും ലാത്തി കൊണ്ടും ഓർഡറാണല്ലേ, ഭീഷണി കൊണ്ടല്ല, മനസ്സിലാക്കിയുള്ള ഓർഡർ തന്നെ. നീതിക്കായി പോരാടും പോരാട്ടം. BJP
ജയ് 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 ബിജെപി, ജയ് 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 ബിജെപി. അല്ല എന്തിനവസരം, എന്തിനവസരം, അതെനിക്ക് മനസ്സിലായി. എന്തിനവസരം പ്രാർത്ഥിക്കുന്ന ആളുകളല്ലേ. അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് അറസ്റ്റ് ചെയ്യോ? അപ്പൊ മുഖ്യമന്ത്രി മരിച്ചപ്പോ നിൽക്കാരെ അറസ്റ്റ് ചെയ്യാനില്ലായിരുന്നു, അതില്ലായിരുന്നു, ഇല്ലായിരുന്നു. എന്നെ പിടിക്കണേ എനിക്കറിയൂടാ. പോട്ടെ.